ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ നല്ല കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുക. കുക്കർ എടുത്ത് അതിനകത്തോട്ട് കഴുകി വെച്ചേക്കുന്നത് പോർക്കിടാം. 1 കിലോ പോർക്ക് ഉണ്ടത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഓരോരോ പാകത്തിന് എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് കൈയിട്ട് നല്ലപോലെ ഒന്ന് നെവിടിയെടുക്കാം. സ്പൂണിനേക്കാളും നല്ലത് കൈയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് വരും. നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. അതിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി ഗ്യാസ് അടുപ്പിനകത്തോട്ട് വെച്ചു. കുക്കറിൻ്റെ വിസിൽ വെച്ചു. ഇനി ഒരു 2 വിസിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായാലും. നല്ലപോലെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാകത്തിനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് അതിന് സവാളയും 2 സവാളയും കുറച്ച് ഉള്ളിയും കുറച്ച് ജിഞ്ചറും ഗാർലിക്കും 2 പച്ചമുളകും കൂടി ഇത് താളിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിനകത്തോട്ട് കുറച്ച് കുരുമുളകും കൂടി മുഴുവനായിട്ടുള്ളത് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വറ്റൽ മുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട്. അതെല്ലാം ഒന്ന് ആയി വരുമ്പോൾ സവാളയും കൊച്ചുള്ളിയും എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴട്ടി വരണം നല്ലപോലെ. അങ്ങനെ നമ്മൾ സവാള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. അങ്കമാലി സ്റ്റൈലാകുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടും ഇവർ. അപ്പോൾ നമുക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാനകത്തോട്ട്. തേങ്ങാക്കൊത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഒന്ന് നോക്കാം. ഇറച്ചി നല്ലപോലെ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടി മസാല ആഡ് ചെയ്യാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തത് ഗരം മസാല ഇട്ടു. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി അതിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇവിടെ അധികം എരിവ് ആരും കഴിക്കില്ല, കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ പാകത്തിന് ഇട്ടിരിക്കുക. നിങ്ങളുടെ എരിവ് കൂടുതലുണ്ടെങ്കിൽ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി അതിനുശേഷം വേവിച്ച പോർക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മസാലനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം കുറച്ച് നേരം നല്ലപോലെ വെന്ത് വരണം നല്ലപോലെ. പിന്നെ ഓരോരുത്തർ അതിനകത്തോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കണ്ട ഒരു ബ്രൗണിഷ്, ഇപ്പോൾ അധികം ബ്രൗൺ ആയിട്ടില്ല, നല്ലപോലെ വഴട്ടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബ്രൗണിഷ് കളറായി വരാനുണ്ട്. ഇപ്പോൾ പോർക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു പാകം മതിയാവും. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലപോലെ ഒന്ന് ആയി വരാനുണ്ട്. വെന്ത് അടുത്ത സ്റ്റേജ് നമുക്ക് വേണ്ട ആ ഒരു പാകത്തിനകത്തോട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ വന്നിട്ടില്ല. അത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് ആ ഷൂട്ട് എടുത്തത് വന്നിട്ടില്ല, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ പാകത്തിന് ആ ഒരു തേങ്ങാക്കൊത്തും പോർക്കും എല്ലാം ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റി അങ്കമാലി